ഹായ് ഗായ്സ്, മൗനം സമ്മതം രണ്ടാം ഭാഗത്തിൻ്റെ 327ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ആശിനെ അശോകയാണ് കാണിക്കുന്നത്. ആശയുടെ ശ്രദ്ധ മാറി പെട്ടെന്ന് എന്തിലേക്ക് നോക്കി നിൽക്കുന്നതാണ് ചാനൽ മുൻപത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. അതെന്താണെന്ന് വെച്ചാൽ പാമ്പായിരുന്നു. അപ്പം ആശയാണെങ്കിൽ ആകെ പേടിച്ച് പെട്ടെന്ന് ഒച്ച വയ്ക്കുകയാണ്. അശു, പാമ്പ് പാമ്പ് എന്ന് പറയണം. അപ്പം അശു ആണെങ്കിൽ പെട്ടെന്ന് ബോധമൊക്കെ വന്ന് പെട്ടെന്ന് എവിടെ പാമ്പ് എവിടെ എന്ന് പറയണം. അപ്പം ആശു പറയണത് പുറത്ത് പാമ്പുണ്ട്, ഞാൻ കണ്ടു എന്ന് പറയണം. അപ്പോഴാണെങ്കിൽ അശോക് ഓടിപ്പോയി കുറേ അവിടെ തിരഞ്ഞു നോക്കും. അപ്പോൾ അവിടെ ഒന്നും പാമ്പിനെ കാണില്ല. അപ്പോൾ ആശയാണെങ്കിൽ വീണ്ടും പറയാം, അശോക് അവിടെ പാമ്പ് ഞാൻ എൻ്റെ കണ്ണോട്ട് കണ്ടതാ, ഞാൻ സത്യം പറയാന്ന് പറയും. അപ്പം അശോക് പിന്നെയും കുറേ പോയി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണില്ല. അങ്ങനെ അശോക് എന്ന് പറയും, ഇവിടെ പാമ്പൊന്നും ഇല്ല എന്ന് പറയും. ആശ പറയും, ഇത്തവണ ഞാൻ നോളെ പറഞ്ഞതല്ല അശോക്, ശരിക്കും ഞാൻ പാമ്പിനെ കണ്ടു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ അശോക് പറയും, എല്ലാ ആശ എനിക്ക് തോന്നിയതായിരിക്കും, അവിടെ പാമ്പൊന്നും, ഞാൻ എല്ലാ സ്ഥലത്തും ഇറങ്ങി നോക്കിയതല്ലേ. അങ്ങനെ ആശോക് പറയും, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പോൾ ആശ പറയും, എല്ലാ അശോക് എനിക്ക് പേടിയാവുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പാമ്പിനെ കണ്ടതാ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, ആ പാമ്പിങ്ങോട്ട് വരും എന്നൊക്കെ പറയാണ്. അങ്ങനെ അശോകാണെങ്കിൽ ഞാൻ സമാധാനിപ്പിക്കുക. അപ്പോഴാണെങ്കിൽ ആശ ആണെങ്കിൽ അശോകിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുകയായിരിക്കും, എനിക്ക് പേടിയാവുന്നുണ്ട് അശോക്, പാമ്പിനെ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അശോക് ഇങ്ങനെ സമാധാനിപ്പിച്ച് ഇരിക്കുമ്പോഴത്തേനും ആശ അശോകിൻ്റെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് ഉറങ്ങും. അങ്ങനെ അശോക് ഇനി വെറുതെ ആശ എണീപ്പിക്കേണ്ടത് വെച്ചിട്ട് അപ്പം അശോക് ആണെങ്കിൽ മെല്ലെ ആശ അവൻ തന്നെ പിടിച്ചുകൊണ്ട് ഉണരാതെ മെല്ലെ അവിടെ അങ്ങ് കിടക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്ന അഞ്ജലിയാണ്. അഞ്ജലി ആണെങ്കിൽ ആകെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് പറ്റി, ഇത്ര നേരമായിട്ട് അവൾ കാണാനില്ലല്ലോ, ഇപ്പം സമയമാണെങ്കിൽ 3 മണിയായി, ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള നേരത്തെ വരണം വീട്ടിലേക്ക്. എന്നിട്ട് ഇപ്പോൾ എത്ര നേരമായിട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സോജ അങ്ങോട്ട് വരുന്നത്. എന്തിനാ അമ്മ ഈ താപ്പത്തിങ്ങനെ നിൽക്കുന്നത്, നമുക്ക് ഇന്ന് പനിയും പിടിക്കും. ആശയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാൻ എനിക്ക് മനസ്സിലായി. പക്ഷേ അമ്മ പേടിക്കേണ്ട, ആശയുടെ കൂടെ അശോക് ഉണ്ടല്ലോ, അശോകുള്ള പോയിക്കില്ല, ആശയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയും. അപ്പോഴാണെങ്കിൽ അമ്മ പറയും, അതിന് എനിക്ക് 2 പേരെ ആലോചിച്ച് വിഷമമുണ്ട്, അശോക് എന്തെങ്കിലും സംഭവിച്ചു ഞാൻ പിന്നെ എന്താ അവർ ചെയ്യാന്ന് പറയും. അപ്പോഴാണെങ്കിൽ സോജ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ വന്ന് കിടക്കാൻ നോക്കി, രാവിലെ ആകുമ്പോഴത്തേനും അവർ വന്നോളൂ എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ച് സോജ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ആശ അശോകനെ കിടന്നുറങ്ങുന്നതായിരിക്കും. അവരിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത് അശോകിന്റെ കാലിന്റെ മേളിൽ കൂടെ ഒരു പാമ്പ് ഇങ്ങനെ ഇറങ്ങിങ്ങനെ പോകുന്നുണ്ടാവും. അങ്ങനെ ആശയാണെങ്കിൽ എന്തോ ഒരു സുപ്രഭാതത്തിലുള്ള ആശ ഇങ്ങനെ കണ്ണിങ്ങനെ മേലെ തുറന്നു നോക്കുമ്പോഴേക്കും അശോകിന്റെ കാലിന്റെ മേളാണെങ്കിൽ പാമ്പിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കാണുന്ന ആശയ്ക്കാണെങ്കിൽ ആകെ പേടിച്ച് തരിച്ച് വിറച്ച് പോവുകയാണ്. കാരണം ഓൾറെഡി ആശ പുറത്തുനിന്ന് പാമ്പിനെ കണ്ടതാണ്. അപ്പം തന്നെ ആശ അലറായി ഇനി ബാക്കിയില്ലായിരുന്നു. ഇപ്പം കൺമുന്നിൽ അശോകിന്റെ കാലിന് മേലെ കൂടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പാമ്പ്. അപ്പം ആശയ്ക്കാണെങ്കിൽ ആകെ പേടിച്ച് ഒച്ചയ്ക്കണമെന്നുണ്ട്. പക്ഷെ ഒച്ച വെച്ചാൽ ആ പാമ്പ് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആശയാണെങ്കിൽ മിണ്ടാതിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അശോകും കറുത്ത സമയത്തിന് അശോകും കണ്ണു തുറന്ന് നോക്കുമ്പോൾ അശോകിന്റെ കാലിന്റെ മേലെ കൂടെ പാമ്പ് ഇങ്ങനെ നിൽക്കുന്നു. അശോകനെ അപ്പോഴാണ് അശോകനെ മനസ്സിലാകുന്നത്, ആശ പറഞ്ഞ ശരിയായിരുന്നു, ശരിക്കും പാമ്പെന്ന് പറഞ്ഞ് 2 പേരും ഇങ്ങനെ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് ആശ എഴുന്നേറ്റിട്ട് ആ പാമ്പിനെ എടുത്തോണ്ട് പുറത്തോട്ട് ഓടുകയാണ്. എന്നിട്ടാണെങ്കിൽ കുറേ നേരം പാമ്പ് എന്ന് പറഞ്ഞ് പേടിയുണ്ടെന്ന് ധൈര്യം ഉണ്ടെന്ന് വെച്ചിട്ട് ആശയെ പാമ്പിനെ കറക്കിയ തേറെറിയാണ് ആ പറമ്പിലേക്ക്. പിന്നെയാണെങ്കിൽ ആശ അലറോട് അലറായിരുന്നു. അത്ര നേരം അവിടെ പാമ്പ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്താ അശോക് പേടിയില്ലേ, നിങ്ങളുടെ കാലിൽ മേലെ കൂടെ ആ പാമ്പ് അരിച്ചു പോയത്, നിങ്ങളിങ്ങനെ എത്ര കോൺഫിഡൻസിൽ നിൽക്കുന്നത്, അതിന് പാമ്പ് പോയില്ല, ഇനിയിപ്പോൾ എന്തിനാ പേടിക്കുന്നത്, അതെന്തായാലും പോയി കഴിഞ്ഞു, ഇനി അതിങ്ങോട്ട് വരില്ല, ഇനി പേടിക്കാതിരിക്കുന്നു പറഞ്ഞിട്ട് അശോക് ആശയെ ഇങ്ങനെ സമാധാനിപ്പിക്കും. അങ്ങനെ കുറേ സമാധാനിപ്പിച്ച് അവസാനം ആശ ഏകദേശം ഓക്കെ എന്നുള്ളതൊക്കെ ഇങ്ങനെ ആവുകയാണ്. അശോക് പറയും, അല്ല നിനക്ക് ഇത്ര പേടിയുണ്ടെന്ന് പറഞ്ഞിട്ട് നീ തന്നെ അല്ല ആ പാമ്പിനെ എടുത്ത് കളഞ്ഞതെന്ന് പറയും. അപ്പോൾ ആശ പറയും, അതിനശോക് പാമ്പ് നിങ്ങളുടെ മേത്തല്ല കയറിയത്, നിങ്ങളുടെ മേത്ത് കയറുമ്പോൾ എനിക്ക് അതിനെ നോക്കി നിൽക്കാൻ പറ്റും, അപ്പോൾ പിന്നെ എനിക്ക് പേടിയൊന്നുണ്ടാവില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് പിന്നെ ജീവിക്കാൻ തന്നെ കഴിയില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് ആ പാമ്പിനെ ഞാൻ എടുത്ത് കളയാമെന്നേ തോന്നിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും നോക്കാതെ എടുത്ത് കളഞ്ഞത്, അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അശോകും ആശയെ അവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ജ്യോതിയാണെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ എത്ര ദിവസമായി അവരൊക്കെ ഒന്നും പോയി കണ്ടിട്ട്, എന്തായാലും അമ്മക്കൊന്ന് വിളിച്ചു നോക്കാം അവിടുത്തെ ഇവരൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ട് അഞ്ജലിക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അഞ്ജലിയോട് സംസാരിക്കാതിരിക്കുമ്പോൾ എന്ത് പറ്റി അമ്മേ, കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ, ഓക്കെ അല്ലേ, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ടോ, കൂടുതൽ വഴക്കിനൊന്നും പോകരുത്, അച്ഛനോടൊന്നും മിണ്ടാനേ പോകണ്ട, വെറുതെ എന്തിനാ നമ്മളിങ്ങനെ പ്രശ്നം കൂട്ടുന്നത്, എന്താണ് എനിക്ക് മനസ്സിലാകാത്തത്, അവർ 2 പേരും എന്തിനാണ് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതെന്നാണ്. ഒരു ദിവസം തന്നെ അച്ഛൻ്റെ മുഖം അവർക്ക് മനസ്സിലാവുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സിദ്ധാർത്ഥൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. അപ്പം നോക്കുമ്പോഴെങ്കിൽ ആ കരിഞ്ഞ് മണക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദേഷ്യം പിടിച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന്, ഈ പെണ്ണ് എന്തായി കാണിച്ച് വെച്ചിരിക്കുന്നതെന്നോ ആ കരിച്ച് വെച്ചിരിക്കുകയാണല്ലോ, അറിയാത്ത പണിക്ക് എന്നെ വെറുതെ നിൽക്കുന്നതെന്ന് പറയുന്ന ഒച്ച വയ്ക്കുമ്പോഴത്തേക്കും ജ്യോതി ഓടിപ്പോയി, ഇല്ല അമ്മ അത് ഞാൻ അമ്മയ്ക്ക് വിളിക്കാൻ പോയതാണ്, അപ്പം ഞാൻ ഇത് മറന്നു പോയതാണ് അറിയുമ്പോൾ
വെറുതെ അല്ല പറഞ്ഞത്, ഇങ്ങനെ പണമുള്ള വീട്ടിലെ കുട്ടികൾക്കൊന്നും പാചകം ചെയ്യാനോ ഒന്നും അറിയില്ല, വെറുതെ ഇങ്ങനെ കിച്ചണിൽ കയറി നിന്നിട്ട് കാര്യമില്ല, നിനക്ക് അറിയണമെന്ന് പറയണം. അപ്പം ജ്യോതിക്കാണെങ്കിൽ ആകെ വിഷമമാവാണ്. ജ്യോതി കുറേ മിണ്ടാതിരിക്കും. അപ്പോഴാണ് സിദ്ധാർത്ഥൻ്റെ അമ്മ ഒരുപാട് ഇങ്ങനെ വഴക്ക് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന നിരഞ്ജനയാണ്. നിരഞ്ജന ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അശോക് അങ്ങോട്ട് ഇങ്ങനെ വരുന്നത്. അശോകിന് ഒരുമാതിരി ദേഷ്യം പിടിച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് നിരഞ്ജൻ കണ്ണൊക്കെ തുറന്നിങ്ങനെ, മോനെ നീ വന്നോ, നിനക്ക് സുഖമല്ലേ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോഴാണെങ്കിൽ അശോകൊന്നും പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നൊന്നുമില്ല. അപ്പോഴാണ് ഈ നിരഞ്ജൻ വന്ന കൈയൊക്കെ മാറ്റി, പറ്റി മോനെ, എല്ലാം ശരിയല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അശോക് പറയും, എനിക്ക് എല്ലാം മനസ്സിലായി, നിങ്ങളെ കുറിച്ചുള്ള എല്ലാ സത്യം എനിക്ക് ഇപ്പം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിരഞ്ജൻ വന്നോട് പറയും, അല്ല എന്ത് സത്യമോ, എന്ത് സത്യം, എനിക്ക് മനസ്സിലായി, നീ എന്താ പറയുന്നത്? അപ്പം അശോക് പറയും, നാടകമൊക്കെ അങ്ങ് നിർത്തി വെച്ചേക്ക്, നിങ്ങളുടെ തനി സ്വരൂപം എനിക്ക് എന്താണെന്നായിരുന്നു ആശയം രാത്രി എനിക്ക് പറഞ്ഞു തന്നോ എന്ന് പറയും. അപ്പോഴേ നിരഞ്ജൻ ആകെ ഷോക്കായി പോവാണ്. എന്താ നീ എന്താ പറയുന്നത്, അതിൻ്റെ സത്യം ആശ പറഞ്ഞു തന്നോ, അവരൊക്കെ പറഞ്ഞപ്പോൾ നീ പറഞ്ഞാണ് വിചാരിച്ചില്ലെന്ന്. അപ്പോൾ അശോകാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ദേഷ്യം പിടിച്ച് ഓരോന്നും പറയാണ്. എന്തൊക്കെ ആയിരുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്നേഹനാടകം കാണിച്ചുകൊണ്ട് എന്നെ നിങ്ങളിൽ വിശ്വസിപ്പിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു നിങ്ങൾക്ക് അറിയുമോ, എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷെ നിങ്ങളുടെ വിശ്വാസങ്ങളെയും സ്നേഹത്തെയും എല്ലാം തകർത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ആശയോട് പോലും എതിർത്ത് സംസാരിച്ചു. അവളെ എത്രമാത്രം ഞാൻ വെറുത്തു എന്നറിയോ. അവളോട് ഈ അകൽച്ച കാണിച്ചതും ഇഷ്ടമില്ലാത്ത പോലെ പെരുമാറുന്നത്, അവളെ വെറുപ്പിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. കാരണം എനിക്ക് അത്രയും നിങ്ങൾ ഇഷ്ടമായിരുന്നു, നിങ്ങളെ അത്രയും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പം നിരഞ്ജനാണെങ്കിൽ ആകെ ഷോക്കായി, എന്ത് ചെയ്യും, എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാതെ നിൽക്കുകയാണ്. മോനെ, ഞാൻ എപ്പോഴാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ലേ, മോൻക്ക് അച്ഛനെ അറിയുന്നതല്ലേ, മോൻ എന്തിനാ ഇപ്പം ഇങ്ങനെ പറയുന്നത്? ആശയനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അവളെന്നോട് ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചതാണ്, പക്ഷെ അപ്പോഴൊന്നും ഞാൻ അവളെ കേട്ടില്ല. ഇതെല്ലാം മുന്നേ ഞാൻ മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇത്രയും വലിയൊരു തെറ്റ് പറ്റില്ലായിരുന്നു. നിങ്ങളെ വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ ഇനിമേലത് ഞാൻ ആവർത്തിക്കില്ല. ഇനി നിങ്ങളെ വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുന്നത് ആശയ്ക്ക് മാത്രമായിരിക്കും. സത്യങ്ങളെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇപ്പം എന്നോട് നിങ്ങളെയാണോ ആശയാണോ വേണ്ടതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ ആശയാണ് പറയാം. കാരണം ആശ പറയുന്ന ഓരോ കാര്യത്തിലും സത്യം ഉണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ അല്ലോ ഒരിക്കലും. നിരഞ്ജനാണെങ്കിൽ അപ്പോൾ അശോകിന്റെ മുഖത്തിനെ കൈവച്ച് പറയും, മോനെ നീ അച്ഛനെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പോൾ അശോകാണെങ്കിൽ നിരഞ്ജനെ കൈ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ചൂണ്ടി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഡോണ്ട് ടച്ച് മീ, ഇനി മേലെ എന്നെ തൊട്ടു പോകരുത്. ഇനി അശോക് ആശയുടേത് മാത്രമായിരിക്കും, അവളാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം. അപ്പം നിരഞ്ജൻ പറയും, മോനെ നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ നിന്റെ അച്ഛനല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എന്നെ എത്രത്തോളം വിശ്വസിച്ചിരുന്നു, അതുപോലെ തന്നെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഞാൻ ഒരിക്കലും നിന്റെ മുന്നിൽ നാടകം കളിക്കാൻ ശ്രമിച്ചിട്ടില്ല, നീ അച്ഛനെ മനസ്സിലാക്കുന്നത് പറയാം. അപ്പം അശോക് പറയും, അതെ നിങ്ങൾ എൻ്റെ അച്ഛനാണ്, ഞാൻ നിങ്ങളുടെ മകനുമാണ്. അപ്പം നിരഞ്ജൻ പറയും, അതേ മോനെ നീ പറയാതെ മനസ്സിലാക്ക്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങളുടെ മകനായി ജനിക്കേണ്ടി വന്നു. പക്ഷെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്കും ഈ നിങ്ങളുടെ നാടകങ്ങളൊന്നും ഇവിടെ വില പോകില്ല മിസ്റ്റർ അഗ്നിഹോത്രി എന്ന് പറഞ്ഞിട്ട് അശോക് പോവാണ്. അപ്പോഴാണെങ്കിൽ നിരഞ്ജനാവ് ഷോക്കാവാണ് മിസ്റ്റർ അഗ്നിഹോത്രി എന്ന് വിളിച്ചപ്പോൾ. അങ്ങനെ നിരഞ്ജനൊന്നും മനസ്സിലാകുന്നത് സംഭവിക്കുന്നതൊന്നും മനസ്സിലാവാതെ നിരഞ്ജന അശോകിൻ്റെ പിന്നാലെ പോവാണ്. ഒരു പട്ടിയെ പോലെ അശോകിൻ്റെ പിന്നാലെ പിറകെ മോനെ മോനെന്നും പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. അശോക് പ്ലീസ് അശോക് നീ ഞാൻ പറയുന്നെന്ന് കേൾക്കുക, അച്ഛൻ്റെ മോൻ എന്തിനാ ഇങ്ങനെ പോകുന്നത്, അച്ഛൻ പറയുന്നത് കേൾക്കുക അശോക് എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അത് ഗൈസ്, ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. നമ്മളെല്ലാവരും വിശ്വസിച്ചു ഇതെല്ലാം ശരിക്കും നടന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഇത് പേടിക്കണ്ട, ഇതെല്ലാം വൈകാതെ തന്നെ ശരിക്കും നടക്കാൻ പോകും. പക്ഷെ ഇപ്പം നടന്നത് ഒരു സ്വപ്നമായിരുന്നു. എന്തായാലും സ്വപ്നം കണ്ടിട്ടാണെങ്കിലും നിരഞ്ജൻ ഒരുപാട് പേടിച്ച് വിറച്ച് വേർത്താ കരയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നിരഞ്ജനാകെ സമാധാനമാണോ, ഇതെല്ലാം സ്വപ്നമായിരുന്നോ, ദൈവത്തിനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ നിരഞ്ജനൻ തോന്നും, ഇനി ഈ സ്വപ്നത്തിൽ കണ്ടാൽ എനിക്ക് സൂചനയായിട്ട് ദൈവം തന്നാണോ, ശരിക്കും നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണോ ഇതെന്ന് പറയും. പിന്നെ നിരഞ്ജനെ സ്വയം സമാധാനിപ്പിക്കുക, അങ്ങനൊന്നും ഇല്ല, സ്വപ്നം കണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ തോന്നലാണ്, ഇങ്ങനൊന്നും ഉണ്ടാവില്ല, അതുവരെ സ്വപ്നമാണ്, ഇതൊക്കെ കണ്ട് മറന്നാൽ മതി. പക്ഷെ എന്തൊക്കെയായാലും ആശ, നിനക്ക് ഒരിക്കലും ഞാൻ എൻ്റെ മകനെ വിട്ടു തരില്ല. അശോക് ഒരിക്കലും ആശയുടേതാവില്ല എന്ന് ഞാൻ നിരഞ്ജൻ പറയണം. പിന്നീട് അഞ്ജലിയാണെങ്കിൽ സീതയുടെ അടുത്ത് വന്നിട്ട് ആൾക്ക് എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് പറയാണ്. അങ്ങനെ ഭരതിനെ ടിഫിനായിട്ട് കൊണ്ടു കൊടുക്കേണ്ടത് വരെ എന്നോട് ചോദിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാണ്. ഈ വീട്ടിലൊരു കയർ വന്നെന്ന് വിചാരിച്ച് എല്ലാവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നത്. ഇനി ഞാനെന്തെല്ലാം പറയാമെന്ന് നീ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കാതെ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സോജയും അഞ്ജലിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോജ പറയാണ്, അമ്മ ഇരിക്കുക, ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറയും. അപ്പം അഞ്ജലി പറയും, ഇല്ല മോളെ, എനിക്ക് ബാസാണ്, ഇന്നെന്തായാലും ആശയുടെ പ്രസൻറ്റേഷൻ ദിവസമല്ലേ, അപ്പോൾ അവൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി ഞാൻ ബാസ് എടുത്തിട്ടുണ്ടെന്ന് പറയും.
അപ്പം സോജൻ പറയും, അതെ അല്ലേ, എന്തായാലും ആഷിക്ക് എന്നെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം, അവളുടെ ഈ പ്രയത്നത്തിന് അവർക്ക് തന്നെ വിജയം വേണമെന്ന് പറയാൻ. അപ്പം ഇത് കേട്ടോണ്ട് നിരഞ്ജനും ഭരതൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. നിരഞ്ജന ഇങ്ങനെ ദേഷ്യം പിടിച്ച് അവിടെ കയറി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് കാവ്യ അങ്ങോട്ട് വരുന്നത്. അപ്പം സോജ പറയും, കാവ്യമോളെ ഫുഡ് കഴിക്കുകയെന്ന് പറയും. അപ്പം കാവ്യ പറയും, അമ്മ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചോക്ലേറ്റ് മതി എന്ന് പറയും. അപ്പം സോജ, ചോക്ലേറ്റോ? ഒരു മിനിറ്റ്, ഞാൻ എനിക്ക് വേണ്ടി ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് സോജ അവിടുന്ന് പോകും. അപ്പോഴാണെങ്കിൽ ഭരത് കാവ്യയോട് ഗുഡ് മോർണിംഗ് കാവ്യ എന്നൊക്കെ സംസാരിക്കാൻ നിൽക്കുമ്പോൾ കാവ്യ പറയും, വേണ്ട അച്ഛനോട് ഞാൻ തെറ്റിയിരിക്കുകയാണ്, കാരണം അച്ഛനമ്മയെ ഒരുപാട് കരയിപ്പിച്ചില്ലേ, അതുകൊണ്ടാന്ന് പറയും. അപ്പോൾ ആണെങ്കിൽ ഭരത് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കും. അപ്പോൾ സോജയെ കഴിയുമ്പോൾ സോജയെ നോക്കി നിൽക്കായിരിക്കും ഭരത്. അങ്ങനെ സോജ കാവ്യക്ക് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന് നിൽക്കായിരിക്കും. അപ്പോഴാണ് ഭരത് ചോദിക്കുന്നത്, ഇതെന്താ സോജ, നീ അവൾക്ക് എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്, എന്നെ കുറിച്ച് ഇത്ര മോശമായിട്ട് അവൾ പറയുന്നത്? അപ്പൊ സോജ പറയും, ഇല്ല ഭരത്, ഞാനതിനെ അവൾക്കൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, എന്താണോ കാണുന്നത് അത് തന്നെയാണ് അവൾ പഠിക്കുന്നത്, അവൾ കണ്ടു തന്നെയാണ് അവൾ പറഞ്ഞത്, ഇല്ലാത്തായിട്ട് അവൾ ഒന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരഞ്ജൻ ഫുഡ് മതിയാക്കി അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോഴാണ് അശോകും ആശയും വരുന്നത് കാണുന്നത്. ആശയാണെങ്കിൽ അശോകിന്റെ കോട്ടലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ട് നിരഞ്ജൻ ആകെ ടെൻഷൻ ആവാണ്. അങ്ങനെ അശോക് പോകാൻ നിൽക്കുമ്പോൾ ആശ പിന്നീട് വിളിച്ചിട്ട് പറയും, ഇതാ നിങ്ങളുടെ കോട്ടാണ്, ഇത് വെച്ചോ എന്ന് പറയും. അങ്ങനെ അശോക് അത് എടുത്തിങ്ങനെ പോവാൻ നിൽക്കുമ്പോഴായിരിക്കും നിരഞ്ജൻ അശോകിനെ വിളിക്കുന്നത്. നിരഞ്ജൻ പറയും, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, നീ വേഗം പോയി റെഡി ആയി വാ, എന്ന് നിനക്ക് പ്രസന്റേഷൻ ഉള്ളതാണ്, നിനക്ക് നന്നായി ചെയ്യാൻ പറ്റണം, അതുകൊണ്ട് വേഗം റെഡി ആയി വാ എന്ന് പറയാണ്. അപ്പൊ അശോക് പറയും, അച്ഛൻ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്, ഇന്നലെ എന്റെ ജീവൻ ആശ രക്ഷിച്ചു, ആശ ഇന്നലെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ വഴിയില്ല, ആശയുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പറയും. അപ്പം നിരഞ്ജൻ പറയാണ്, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, നീ വേഗം പോയി റെഡി ആയി വാ, നമുക്ക് ഓഫീസിലേക്ക് പോകണം എന്ന് പറയാണ്. അത് ഈ നിരഞ്ജൻ ആർക്കോ ഫോൺ വിളിക്കുകയാണ്, എന്താ പറയുന്നൊന്നും കാണിക്കുന്നില്ല. അതിനുശേഷം അയാൾ ശരി സാർ അതുപോലെ ചെയ്യാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നീട് ആശയാണ് കാണിക്കുന്നത്. ആശ ഇന്നത്തെ കാര്യക്കാരച്ച് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആലോചിക്കുന്നത്, അയ്യോ ഓൾറെഡി ലേറ്റ് ആയി, ഇനി ഒന്നുകൂടി ലേറ്റ് ആക്കണ്ട, എന്താ പ്രസന്റേഷൻ ഒക്കെ ഉള്ളതല്ലേ, ഇതിൽ അമ്മയുടെ പേര് പ്രകാശിച്ച് നിൽക്കണം, അച്ഛനും അശോകിനും മനസ്സിലാവണം സ്ത്രീകളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല, അവരൊന്ന് മനസ്സുവെച്ചാൽ എല്ലാവരെ കൊണ്ട് സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ആശ പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അഞ്ജലി പ്രസാദം ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൊടുത്ത് ആശയ്ക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായി കൊടുത്ത് ആശയിനെ പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അശോകനെ കാണുന്നത്. അപ്പോഴാണെങ്കിൽ ആശ അശോകനെ അടുത്ത് പോയിട്ട് ഓൾ ദി ബെസ്റ്റ് പറയാണ്. അപ്പം അശോക് പറയും, അതിൻ്റെ ആവശ്യം എനിക്കില്ല, ഓൾ ദി ബെസ്റ്റ് നിനക്കാണ് വേണ്ടത്, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അശോക് പോവാണ്. അപ്പോഴാണെങ്കിൽ അഞ്ജലി അശോകനെ വിളിച്ചിട്ട് പറയും, നീ ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ഇത് കഴിച്ചിട്ട് പോയിക്കാന്ന് പറയും. അപ്പൊ അശോക് പറയും, അതിന്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് അന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് അശോക് പോകും. അപ്പൊ അഞ്ജലി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആശ അന്ന് അഞ്ജലിയെ സമാധാനിപ്പിക്കുകയാണ്, അതൊന്നും കുഴപ്പമില്ല അമ്മ പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ മക്കൾ തന്നെയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ആർക്ക് ജയിച്ചാലും അമ്മ ജയിച്ച പോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ആശ അവിടുന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ജ്യോതിയാണെങ്കിൽ മനസ്സിന്റെയും ഭരതിന്റെയും കാര്യമൊക്കെ അറിഞ്ഞിട്ട് ഭരതിനെ വിളിക്കുകയാണ്. ജ്യോതി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഒരു വലിയ തീരുമാനം എടുക്കുന്നു ഞങ്ങൾ ആരും വിചാരിച്ചില്ല, അങ്ങനെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്, എന്തൊക്കെ വന്നാലും നീ കാവ്യയുടെ കാര്യം മറക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോൾ കട്ട് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയാണ്. അഞ്ജലി ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ദീപം കെടുന്നത് കാണുന്നത്. അഞ്ജലിയാണെങ്കിൽ ഇത് അത്ര നല്ലൊരു സൂചന അല്ല, ആശ പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും നെഞ്ചിനൊരു വിങ്ങലാണ്, ഇന്ന് അവൾക്ക് വളരെ വലിയൊരു ദിവസമാണ്, അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം, അവൾ കാത്തു രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ട് 327ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന പറയുന്നത് നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ഈ 2 ദിവസം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞായർ തിങ്കൾ ചൊവ്വ ഈ 3 ദിവസം ഞാൻ അടുപ്പിച്ചിട്ടിരുന്നു. അപ്പം തന്നെ എൻ്റെ ഊപ്പാട് ഇളകി ഗായ്സ്. ഇത് എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം നമുക്ക് വേറെ ഒരു പണി എടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ രാവിലെ പോയാൽ പിന്നെ നമ്മൾ ഒരു രാത്രി ആകുമ്പോഴാണല്ലോ എത്തുക, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് കഴിയാന്നുള്ളതാണ് പിന്നെ ആകെയുള്ളൊരു പണി. അതിൻ്റെ ഇടയിൽ ചോറ് ഫുഡ് കഴിക്കലും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് വേറൊരു പണി അങ്ങ് നോക്കാൻ പറ്റില്ല, കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിന് പറയാം ഡയലോഗ് നോക്കണം, പിന്നെ അതിനനുസരിച്ച് നമ്മളത് മലയാളമാക്കി എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തായാലും കുറേ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ നേരെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേറെ റെസ്റ്റ് ഒന്നുമില്ല, വേഗം ഇത് അപ്ലോഡ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് പിന്നത്തെ പണി. ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് മനസ്സിലാക്കി തരണമല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിങ്ങൾ മനസ്സിലാക്കി തരുന്ന രീതിയിൽ നമ്മൾ ഓരോ ലൈനിൻ്റെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഉടനെ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിൽ വന്ന് പിന്നെ ഫുൾ എഡിറ്റിങ്ങും കാര്യങ്ങളാണ്, എൻ്റെ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല.
ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ കിടന്നുറങ്ങാൻ ചെയ്യുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണ്ണയ്ക്കാൻ പോവുക, പിന്നെ വൈകുന്നേരം വരിക, പിന്നെ എഡിറ്റ് ചെയ്യുക, പിന്നെ ഉറങ്ങുക. ഈ 2 റൊട്ടീൻ മാത്രമേ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഈ 2 ദിവസം നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിരുന്ന പോലെ തന്നെ ഒരു ദിവസം ഇടവിട്ട് അപ്ലോഡ് ചെയ്യുക. അതാകുമ്പോൾ പിന്നെ എനിക്ക് സുഖമാണ്, അപ്ലോഡ് ചെയ്യുന്നുമുണ്ട്. കാരണം ഡെയിലി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സുഖമാണ്, അതേ സമ്മതിക്കുന്നത്. കാരണം എല്ലാ ദിവസവും നിങ്ങൾക്ക് കാണാം, ആരും കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്നെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് വേറെ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. കാരണം അപ്ലോഡ് ചെയ്യുക, പിന്നെ അങ്ങോട്ട് ഉറങ്ങുക, ഇതാണ് പിന്നെ അതാണ് ആകെ ഒരു റെസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്നത് നിർത്തുന്നില്ല, നമ്മൾ ഇടവിട്ട് 8 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.